നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്ന ഓട്ടോ ആണ് നമുക്ക് പകൽ വണ്ടി കഴുകാൻ സമയം കിട്ടി. അതുകൊണ്ട് എൻ്റെ സമയം നോക്കി വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഗുരുവായൂർ ഒരു ഓട്ടോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വെളുപ്പിന് 3 മണിയാകുമ്പോൾ എണീക്കണം, 3:45 വണ്ടി കൊടുക്കണം. 3:45 വണ്ടി കൊടുത്തു. പതിപോലെ 4:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ NH വഴിയാണ് ഇപ്രാവശ്യം പോകുന്നത്. അപ്പം 4:30 നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്ത് എടപ്പള്ളി വന്നപ്പോൾ ഏകദേശം 8 മണിയായി. അപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും യൂറിനൊക്കെ പാസ് ചെയ്യാൻ ആൾക്കാർ വന്നാൽ നേരെ നമ്മൾ എടപ്പള്ളി കഴിഞ്ഞൊരു പമ്പിലോട്ട് ഈ പമ്പിലാണ് നമ്മൾ ഒതുക്കി കൊടുത്തത്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് വിട്ട് നമ്മൾ പടിഞ്ഞാറേ നടയിൽ വരുന്നിടത്ത് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ കയറ്റി വണ്ടി ഇട്ടു, ആളിനെ ഇറക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഇതാണ് പടിഞ്ഞാറേ നട. അവിടുന്ന് നടന്ന് കിഴക്കേ നട വന്നു. ഇവിടെയാണ് കല്യാണങ്ങൾ നടക്കുന്നത്. അപ്പം ഓരോരുത്തർ ആൾക്കാരും ബന്ധുക്കളുമൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഈ കാണുന്ന മണ്ഡപത്തിൽ വെച്ചാണ് കല്യാണം. അപ്പോൾ ഓരോ കൗണ്ടിങ് നമ്പറുണ്ട്, 1, 2, 3 എന്ന്. അപ്പോൾ ഓരോരുത്തരെ അതിനകത്ത് വെച്ചാണ് കല്യാണം നടത്തുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ പോയില്ല, അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. കാരണം ഇത്രയും ദൂരമൊക്കെ വന്നില്ലാണ്ട് ഇവിടെ വെച്ചായിരുന്നു പരിപാടി. അപ്പം നമ്മൾ നേരെ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. ആഹാരം കഴിക്കാൻ വേണ്ടി ഇതിനകത്തായിരുന്നു നമുക്ക് ആഹാരം. നല്ല ഫുഡായിരുന്നു. എല്ലാം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യക്കാർ കൊണ്ടുവന്നതാണ് ഈ മഞ്ഞൾ കല്യാണം എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ മഞ്ഞൾ കല്യാണം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് ഭയങ്കരമായ ബ്ലോക്കാണ്. നമുക്ക് അങ്ങോട്ട് നമ്മൾ 6 മണിക്കൂർ കൊണ്ട് ചെന്ന് തിരിച്ച് ഒരു അരമണിക്കൂറത്തെ വ്യത്യാസം ഉള്ളായിരുന്നു. വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാലും ബ്ലോക്ക് ഉണ്ടായിരുന്നു. നേരെ അവരെ എല്ലാം കൊണ്ടുവിട്ടു. ഇന്നിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഓടിക്കേണ്ടി വന്നതുകൊണ്ട് ടയേർഡാണ്. അതുകൊണ്ട് ക്ലീനിങ് ഒന്നുമില്ല. നേരെ ഗ്ലാസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് വണ്ടി ഒതുക്കിയിട്ട് നാളെ സമയം പോലെ വൃത്തിയാക്കി ഇടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.